അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ ആറളഫ മേഖലാ കൺവെൻഷനുകൾ വളയംചാൽ, ചെങ്കായത്തോട് കോളനി എന്നിവിടങ്ങളിൽ നടത്തി. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിൽ നിന്ന് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങളെയും മലയോര മേഖലയിലെ ജനങ്ങളെയും സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കൺവെൻഷനുകൾ ആവശ്യപ്പെട്ടു. ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം അധ്യാപകരെ നിയമിച്ച് വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തണമെന്നും പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് പുതിയ പ്രിൻസിപ്പലെ നിയമിക്കണമെന്നും AYF കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മേഖലാ കൺവെൻഷൻ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി KT ജോസ് ഉദ്ഘാടനം ചെയ്തു. അമൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ പ്രജീഷ്, സന്തോഷ്, ശങ്കർ സ്റ്റാലിൻ, ഡെസ്നി ജോസഫ്, KB ഉത്തമൻ, AK ഷീജൻ, PK കരുണാകരൻ, സുബിന തുടങ്ങിയവർ സംസാരിച്ചു. ആറളം മേഖലാ കൺവെൻഷൻ ചെങ്കായത്തോടിൽ KR ചന്ദ്രകാന്ത് ഉദ്ഘാടനം ചെയ്തു. നിമൽ മനോജ് അധ്യക്ഷനായി. ഉത്തർപ്രദേശിലെ കോൺപൂരിൽ വെച്ചായിരുന്നു ആ പാർട്ടി രൂപീകരിച്ചത്. അതിനു മുമ്പ് നമ്മുടെ യുവജന സംഘടന ഇന്ത്യയിലെ പൊരുതുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ സ്വാതന്ത്ര്യം നയിക്കുന്ന രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും അതോടൊപ്പമുള്ള രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ, അത്തരം ആളുകളെല്ലാം ചേർന്ന് ഇന്ത്യയിലെ യുവജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്വാതന്ത്ര്യ സമരത്തിന് അതിന് പിന്തുണ പ്രഖ്യാപിക്കാൻ, അതോടൊപ്പം തന്നെ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സമരരംഗത്തേക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് വേണ്ടിയെല്ലാം വിദ്യാർത്ഥി സംഘടന AISF രൂപീകരണത്തിലൂടെ ഇന്ത്യയിൽ അക്കാലത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെ AYF എന്ന യുവജന സംഘടന തുടർന്ന് ഇങ്ങോട്ടുള്ള വർഷങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ആ AYF എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ യുവജന ഫെഡറേഷൻ, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് സംസാരിക്കും. ഞാൻ അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. ഇന്ത്യയിലെ 18 വയസ്സിലെ വോട്ടവകാശം ഇപ്പം നമ്മുടെ ചെറുപ്പക്കാരിൽ ഇപ്പോൾ 18 വയസ്സിൽ വോട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ 21 വയസ്സായിരുന്നു. അതിനു മുമ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ 21 വയസ്സിനകത്ത് രാജ്യത്തെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും പഞ്ചായത്തിലേക്കും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 18 വയസ്സിലുള്ള ചെറുപ്പക്കാർക്ക്, ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് വോട്ടവകാശം വേണമെന്ന് ഈ രാജ്യത്താകമാനം പ്രചരണം നടത്തുകയും ആ പ്രചരണത്തോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് 18 വയസ്സിലെ വോട്ടവകാശം രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ച സംഘടന PK സന്തോഷ് സംസാരിച്ചു. ചടങ്ങിൽ ചെങ്കായത്തോട്ടിൽ നിന്നും കേരള പോലീസിലേക്ക് PSC സെലക്ഷൻ ലഭിച്ച രാധിക രാജുവിനെയും അനുമോദിച്ചു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പയ്യാവൂരിനെ ഇളക്കിമറിച്ച് ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം. അതെ, ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം. ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല. വിശാലമായ കളക്ഷൻ, ഈസി EMI, മികച്ച ഗുണനിലവാരം, ആകർഷകമായ ഓഫറുകൾ, ഹൃദ്യമായ സർവീസ്, ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ്. ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഹോംസ്കേപ്പ്, കാക്കത്തോട്.